നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. രാജ്യം നേരിടുന്നത് അതീവ ഗുരുതര സാഹചര്യം. ഏവരും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം ഏത് രീതിയിലും സജ്ജമാകും, രാജ്യത്തിനൊപ്പമെന്നും പിണറായി വിജയൻ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയം 99.5%. മുന്നിൽ കണ്ണൂർ ജില്ലയിൽ 99.87% വിജയം. കൂടുതൽ A+കൾ നേടിയ ജില്ല മലപ്പുറം. കരിമ്പത്ത് MDMA വേട്ട, 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. പിടികൂടിയത് 2 ഗ്രാമിലധികം മയക്കുമരുന്ന്. പ്രതികളിൽ ഒരാൾ NDPS കേസിലുള്ളയാൾ. മൊബൈൽ ഫോണുകളും പിടികൂടി. വാർത്തകൾ വിശദമായി. അയൽ രാജ്യമായ പാകിസ്ഥാനുമായി സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യം സ്വീകരിക്കുന്ന എല്ലാ തീരുമാനത്തിനുമൊപ്പം നാം എല്ലാവരും അണിചേരുക എന്നത് ഏറ്റവും പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ സ്ഥിതിഗതികളും നേരിടാൻ സംസ്ഥാനം സജ്ജമായി കഴിഞ്ഞു. എന്റെ കേരളം പരിപാടി നേരത്തെ തീരുമാനിച്ചതാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമൂഹത്തിലെ വിവിധ മേഖലകളിലെ വ്യക്തികളുമായി നടത്തുന്ന മുഖാമുഖം പരിപാടിയുടെ ഉദ്ഘാടനം കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഇതുമായി ബന്ധപ്പെട്ട് വിഷമം അനുഭവിക്കുന്നവര് ബന്ധപ്പെടാൻ രാജ്യ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം നിരവധി അന്വേഷണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകമായ സംവിധാനം രേഖപ്പെടുത്തുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളിൽ രാജ്യത്തിനൊപ്പം അണിനിരക്കുകയാണ് എല്ലാ ഇന്ത്യക്കാരും ചെയ്യേണ്ടതെന്നും പാകിസ്ഥാൻ ആക്രമണ ശ്രമങ്ങളെ രാജ്യം നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂരിലെ സർക്കാർ വാർഷിക ആഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നമ്മുടെ പരമാധികാരത്തെ പോറലേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ രാജ്യം സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കുമൊപ്പം അണിചേരുകയെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങോട്ടേക്കാണിത് പോകുന്നതെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അയൽ രാഷ്ട്രങ്ങളുമായി നല്ല ബന്ധം തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ വിപരീത ദിശയിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. അവിടെ നിന്നും ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള നീക്കം നടക്കുകയാണ്. രാജ്യം അത് നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നുമുണ്ട്. അതിനൊപ്പം പൂർണ്ണമായി അണിനിരക്കുകയാണ് എല്ലാ ഇന്ത്യക്കാരും ഇപ്പോൾ ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് KS ഹെഡ്ഗെ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ അസ്ഥി ഉദര സംബന്ധമായ വൈദ്യപരിശോധന ക്യാമ്പ് നടത്തുന്നു. നാളെ 8:30 മുതൽ 12:30 വരെ പടന്നപ്പാലത്തെ പോച്ചപ്പൻ ഫ്രീ മെഡിക്കൽ സെന്ററിലാണ് ക്യാമ്പ്. പങ്കെടുക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മുൻകാല എക്സ്റേ, സ്കാനിംഗ് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അവയും ഡോക്ടറുടെ കുറിപ്പടികളും കൊണ്ടുവരണമെന്നും അവർ അറിയിച്ചു. MRC വെല്ലിംഗ്ടൺ മുൻ ഫുട്ബോൾ താരങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും കണ്ണൂരിൽ ഒത്തുചേർന്നു. ഡ്യൂറന്റ് കപ്പ് ആദ്യമായി തെക്കേ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഇന്ത്യൻ ആർമി ടീമാണ് MRC വെല്ലിംഗ്ടൺ. ഒത്തുചേരലിനൊപ്പം പഴയകാല താരങ്ങൾ തമ്മിലുള്ള ആവേശം നിറഞ്ഞ പ്രദർശന ഫുട്ബോൾ മത്സരവും നടന്നു. നമ്മുടെ 5th റിയൂണിയൻ MRC ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ 5th റിയൂണിയൻ നമ്മൾ വർഷം നടത്തുന്ന കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിയായിരുന്നു. അതിന് മുന്നേറ്റ വർഷം ട്രിവാൻഡ്രമായിരുന്നു. അതിന് മുന്നേറ്റ വർഷം കണ്ണൂർ തന്നെയായിരുന്നു. ഇപ്പോൾ എത്ര സ്ഥലത്തുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഇപ്പോൾ നമ്മൾ പഴയ 46 പ്ലേയേഴ്സ് ഉണ്ട്. ഇതായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ഊട്ടിയിൽ നിന്ന്, പിന്നെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളത്തിലുള്ള പല സ്ഥലത്തും. ഇതുപോലുള്ള കൂട്ടായ്മ എത്രമാത്രം ഊർജ്ജം നൽകുന്നു ശരിക്കും? എല്ലാം ഭയങ്കര ഊർജ്ജമാണ്. കാരണം വെച്ചാൽ എല്ലാവരും കാണുന്നില്ല, 10-80 വയസ്സുള്ള പ്ലേയേഴ്സ് വരെ കളിക്കുവാണ്. വിത്ത് ഫാമിലി ഇവിടെ ഉണ്ട്. അവരെല്ലാ ഇതിലും ഭയങ്കര ഇൻവോൾവ്മെന്റ് എല്ലാ കാര്യത്തിലും. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MRC താരങ്ങൾ പങ്കെടുത്തു. സർവീസ് താരവും മുൻ MRC പരിശീലകനുമായ സുബേദാർ TP മധുസൂദനൻ കിക്ക് ഓഫ് എടുത്തു. MRC മുൻ ഗോൾ കീപ്പർ ഹോണററി ക്യാപ്റ്റൻ TT പവിത്രൻ അധ്യക്ഷനായിരുന്നു. മുൻ സുബേദാർ മേജർ MC സുരേന്ദ്രൻ, മുൻ ഹവിൽദാർ ഷർമിൽ എന്നിവർ സംസാരിച്ചു. ഡൂറന്റ് കപ്പ് കളിക്കാനുള്ള അവസരം കിട്ടി. അത് കഴിഞ്ഞ ശേഷം സെൻട്രലിൽ വന്നു. അപ്പോഴേക്കും റീയൂണിയൻ കളിക്കാൻ വേണ്ടിയിട്ട് യൂണിറ്റിൽ വിളിച്ചിട്ട് പോയി. അങ്ങനെയാണ്. പിന്നെ അതിനുശേഷം കോച്ചായി വന്നു. ടീമിന് ഒരു കേണൽ ഗുരങ് സാബായിരുന്നു ചാർജ് എടുത്തിരുന്നത്. കേണൽ ഗുരങ് സാബിൻ്റെ അടുക്കുന്ന ഞാനും ചാർജ് എടുത്ത് 2 വർഷം ടീമിനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. പിന്നെ സിയാച്ചനിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ സിയാച്ചനിലേക്ക് മുന്നോട്ട് പോയി. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. രാജ്യം നേരിടുന്നത് അതീവ ഗുരുതര സാഹചര്യം. ഏവരും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം ഏത് രീതിയിലും സജ്ജമാകും, രാജ്യത്തിനൊപ്പമെന്നും പിണറായി വിജയൻ.
SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയം 99.5%. മുന്നിൽ കണ്ണൂർ ജില്ല. ജില്ലയിൽ 99.87% വിജയം. കൂടുതൽ A+കൾ നേടിയ ജില്ല മലപ്പുറം. കരിമ്പത്ത് MDMA വേട്ട. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. പിടികൂടിയത് 2 ഗ്രാമിലധികം മയക്കുമരുന്ന്. പ്രതികളിൽ ഒരാൾ NDPS കേസിലുള്ളയാൾ. മൊബൈൽ ഫോണുകളും പിടികൂടി. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, Emmo Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രിവാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.5% വിജയം. 99.69 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ വിജയം. 0.19% ഇത്തവണ കുറഞ്ഞിട്ടുണ്ട്. 61,449 കുട്ടികൾക്ക് ഫുൾ A+ നേടാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഇത് 71,831 ആയിരുന്നു. 4,24,583 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യരായി. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂരാണ്. 99.87% കണ്ണൂരിന്റെ വിജയം. തിരുവനന്തപുരമാണ് വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല. 98.59% വിജയം. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാലയാണ്. 100% പാലയുടെ വിജയം. വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങലാണ്. 98.28% വിജയം. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുള്ളത്. വിജയശതമാനം ഏറ്റവും കുറവ് തിരുവനന്തപുരം ജില്ലയിലുമാണ്. 3 മണിയോടെ തിരുവനന്തപുരം PRD ചേംബറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിച്ചത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. 4 മണിയോടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. THSLC, AHSLC എന്നിവയുടെ ഫലവും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ 2964, ലക്ഷദ്വീപിലെ 9, ഗൾഫിലെ 7 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,021 പേരാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 67ാമത് സംസ്ഥാന സമ്മേളനം നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്നു. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് സംസ്ഥാനത്തിന് ഏറ്റവും കരുത്തുറ്റ ഒരു ഘടനയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം. ആരോഗ്യ കേരളത്തിൻ്റെ പരിപാലനത്തിനും പരിരക്ഷണത്തിനും
രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും ശക്തിയുമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പദവിന്യാസങ്ങളിലും ഒന്നിച്ചു പോകേണ്ടവരാണ് ഗവൺമെൻറ് ഫാർമസി അസോസിയേഷൻ ചെയ്യുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഗുണമേന്മയുള്ള മരുന്നുകൾ, പ്രതീക്ഷകളും പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യരംഗത്തുള്ള പാക്കേജ് പ്രാക്ടീസ് പോലെ തന്നെ സസ്യപരിപാലന രംഗത്തും അതുപോലെ തന്നെ മണ്ണ് പരിപാലന രംഗത്തും പ്രത്യേകിച്ച് സസ്യപരിപാലന രംഗത്ത് അതിൽ പാലിക്കേണ്ട POP അനുസരിച്ച് ഒരു ചെടിക്ക് രോഗം വന്നാൽ അതിന് ഏത് തരത്തിലുള്ള കീടനാശിനിയാണെങ്കിൽ കീടനാശിനി ഏത് മരുന്നാണ് ഉപയോഗിക്കേണ്ടത്, ഏത് മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല, ഏത് അളവിൽ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള POP നൽകുന്നുണ്ടെങ്കിൽ. ഫാർമസി കൌൺസിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് സെമിനാറിൽ മോഡറേറ്ററായി. ഗവൺമെന്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കോഴിക്കോട്ടെ പ്രൊഫസർ CS മഞ്ജു വിഷയാവതരണം നടത്തി. KV സുധീഷ്, ഡോക്ടർ ശശിധരൻ K, ഡോക്ടർ ഡിവൈൻ D ഡാനിയൽ, K വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ കേരളത്തെ വികസന മികവിന്റെ ഉന്നതങ്ങളിലെത്തിച്ചെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം, പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മെയ് 14 വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കിയുള്ള പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ തടയപ്പെടുന്ന പാർലമെന്റ് അധികാരങ്ങൾ പോലും കവർന്നെടുക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിനൊരു ബദലാണ് കേരളം. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ വളർത്തിയെടുക്കുന്നതിനും വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി സമസ്ത മേഖലകളിലും കേരളത്തെ ഒന്നാമതെത്തിക്കുന്നതിനും സർക്കാരിന് കഴിഞ്ഞു. ഇത്തരത്തിൽ രാജ്യത്തിനാകെ മാതൃകയാകാൻ കേരളത്തിന് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളം ശ്രദ്ധാകേന്ദ്രമാണ്. കാരണം സംഭവജനകവും ഉത്കണ്ഠാകുലവുമായ നിരവധി സാഹചര്യങ്ങളിൽ രാജ്യത്ത് നിൽക്കുകയാണ് നമുക്കറിയാം. ഭരണഘടനാപരമായ മൂല്യങ്ങൾ തിരോഹിതമാക്കപ്പെടുകയാണ്. പാർലമെന്റും പാർലമെന്റ് സമ്മേളനങ്ങളും നടപടിക്രമങ്ങളും നിസ്സാരവൽക്കരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വിശദമായ മതേതര ജനാധിപത്യ മഹാരാജ്യം അത്യന്തം ആപൽക്കരമായ വെല്ലുവിളികൾ നേരിടുമ്പോൾ ആ സന്ദർഭത്തിൽ ആരുണ്ട് അതിന് മറുപടി പറയാൻ? ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ കൊച്ചു കേരളം. KK ശൈലജ ടീച്ചർ MLA അധ്യക്ഷയായിരുന്നു. MLAമാരായ KP മോഹനൻ, KV സുമേഷ്, M വിജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ശ്രീധരൻ, ജില്ലാ പോലീസ് മേധാവി C നിതിൻ രാജ്, റൂറൽ SP അനൂജ് പലിവാൽ, ADM C പത്മചന്ദ്രക്കുറുപ്പ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, ജനതാദൾ S സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ദിവാകരൻ, വെള്ളോറ രാജൻ CPI, RJD ജില്ലാ പ്രസിഡന്റ് VK ഗിരിജൻ, പ്രൊഫസർ ജോസഫ് തോമസ് കേരള കോൺഗ്രസ് മാണി, INL ജില്ലാ പ്രസിഡന്റ് ഹമീദ് ചങ്ങളായി, രതീഷ് ചിറക്കൽ കേരള കോൺഗ്രസ് B എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ തളിപ്പറമ്പ് കരിമ്പത്ത് വീണ്ടും MDMA പിടിച്ചെടുത്തു. 2 പേർ അറസ്റ്റിൽ. അള്ളാംകുളം ഷെരീഫ മൻസിലിൽ മുസ്തഫയുടെ മകൻ കുട്ടൂക്കൽ മുജീബ്, ഉണ്ടംപറമ്പിലെ AP മുഹമ്മദ് മുഫാസ് എന്നിവരെയാണ് SI KV സതീഷിന്റെയും റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാളിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡാൻസ് ഓഫ് ടീം ചേർന്ന് പിടികൂടിയത്. 2.621 ഗ്രാം MDMA ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. സംസ്ഥാന പാതയിൽ കരിമ്പം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ സമീപത്ത് വെച്ചാണ് ബൈക്കിൽ ശ്രീകണ്ഠാപുരം ഭാഗത്തു നിന്നും തളിപ്പറമ്പിലേക്ക് വരുന്നതിനിടയിൽ ഇവർ പോലീസ് പിടിയിലായത്. 2.621 ഗ്രാം MDMA ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. പ്രതികളിൽ മുഫാസ് നേരത്തെ NTPS കേസിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. ഇവരിൽ നിന്ന് 3 മൊബൈൽ ഫോണുകളും വാഹനവും പോലീസ് പിടിച്ചെടുത്തു. തളിപ്പറമ്പ് പ്രദേശത്ത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ MDMA എത്തിക്കുന്നവരിൽ പ്രധാനികളാണ് ഇവരെന്നും പോലീസ് അറിയിച്ചു. കേരള ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ലോക തലാസമിയ ദിനം ആചരിച്ചു. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിൽ വ്യത്യസ്തമായിട്ടാണ് കാലം മാറിയത്. അവിടെ അധ്യക്ഷനോടെ സൂചിപ്പിച്ചു, ഹെമറ്റോളജിയൊക്കെ മെഡിക്കൽ കോളേജ് തുടങ്ങിയ ആൾക്കാരുണ്ട്. ഡോക്ടർ സലീമൊക്കെ സന്തോഷത്തോടെ ഏതോ കാലമാണ് എല്ലാ പരിശോധനയും മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ അത് വരുന്നതിനെ ഡോക്ടറെ കച്ചവടം ഇരിക്കുന്നുണ്ട്. അവർ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കും.
കേരളത്തിൽ ആദ്യമായി MBBS ബിരുദം നേടിയ തലാസിമിയ ബാധിതരായ തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ ഡി ആകാശ് കുമാർ, കോഴിക്കോട് സ്വദേശി ഡോക്ടർ സി നവ്യ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലഡ് പേഷ്യന്റ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരീം കാരശ്ശേരി അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ മേധാവി ഡോക്ടർ VL കല, കോർപ്പറേഷൻ കൗൺസിലർ KT സുഷാജ്, ബ്ലഡ് ബാങ്ക് അസോസിയേറ്റഡ് പ്രൊഫസർ ഡോക്ടർ ദീപ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷം SSLC പരീക്ഷ എഴുതിയ തലാസിമിയ രോഗികൾക്കുള്ള PT അൻഷിഫ് മെമ്മോറിയൽ കാഷവാർഡ് തോട്ടത്തിൽ രവീന്ദ്രൻ MLA വിതരണം ചെയ്തു. KS പൃഥ്വിരാജ് സ്വാഗതവും MK സജന നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ചർച്ചയിൽ മൊയ്തീൻ പൂവടുക്ക, OTA അസീസ് ഫൈസി, MV അബ്ദുൾ അസീസ്, AP അബ്ദുൾ നസീർ, അഷ്റഫ് KC, മുഹമ്മദ് അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും രോഗികളുടെ അനുഭവ വിവരണങ്ങളും നടന്നു. സി നവ്യ, FS ഹസ്ന, ഷബ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഹെമറ്റോളജി കേന്ദ്രം അനുവദിക്കുക, തലാസിമിയ രോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം BPPC സംസ്ഥാന പ്രസിഡന്റ് കരീം കാരശ്ശേരി തോട്ടത്തിൽ രവീന്ദ്രൻ MLAക്ക് ചടങ്ങിൽ വച്ച് സമർപ്പിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്ഥാനമൊഴിയുന്ന KPCC അധ്യക്ഷൻ K സുധാകരൻ തന്റെയും പാർട്ടിയുടെയും കരുത്താണെന്ന് നിയുക്ത KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. കണ്ണൂർ DCC ഓഫീസിൽ K സുധാകരന്റെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. KPCC പ്രസിഡന്റ് എന്ന ഭാരിച്ച ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ച ദേശീയ നേതൃത്വത്തോട് നന്ദിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന ഭാരിച്ച ചുമതല എന്നെ വിശ്വസിച്ചേൽപ്പിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിനും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ശ്രീ AK ആന്റണി മുതൽ K സുധാകരൻ വരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരാണ് കേരളത്തിലെ കോൺഗ്രസിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അവരുടെ തണലിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സുധാകരന് പകരക്കാരനാകാൻ ഞാൻ മതിയാവില്ല എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നാൽ എല്ലാവരുടെയും പിന്തുണയിൽ, സുധാകരൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും അനുഗ്രഹത്തിൽ എനിക്ക് കോൺഗ്രസിൻ്റെ സമകാലീന ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അദ്ദേഹം ഞങ്ങൾക്കെല്ലാം നൽകിയിട്ടുള്ള കരുത്തും സ്നേഹവും പിന്തുണയും ഉപദേശ നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ എന്നെ വിളിച്ച് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും പിന്തുണ അറിയിക്കുകയും എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തതാണ് എൻ്റെ കരുത്ത് എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. പാർട്ടിയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടു പോകും. കോൺഗ്രസിനെ മാത്രമല്ല UDFനെയും ശക്തിപ്പെടുത്തുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. താൻ ഉൾപ്പെടെയുള്ള പുതിയ ടീമിനെയാണ് AICC പ്രഖ്യാപിച്ചത്. AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ വിളിച്ചു അഭിനന്ദനം അറിയിച്ചു. പാർട്ടി തന്നിലേൽപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. K സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും ഒന്നിച്ച് പ്രവർത്തിച്ച അനുഭവം തനിക്കുണ്ട്. ഒട്ടേറെ നേതാക്കളുമായുള്ള അടുത്ത ബന്ധമുണ്ട്. ഇത് കരുത്തായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സണ്ണി ജോസഫ് പറഞ്ഞു. തന്നെ KPCC അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റിക്കൊണ്ടുള്ള AICC തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പുതിയ പ്രസിഡന്റിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. രാഹുൽ ഗാന്ധിയും ഖാർഗെയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പുതിയ KPCC പ്രസിഡന്റ് വരണമെന്ന കാര്യം തന്നെ അറിയിച്ചിരുന്നു. തന്നെ മാറ്റുമെന്ന കാര്യം അറിയില്ലെന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ മാധ്യമ സൃഷ്ടികളാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. സണ്ണി ജോസഫ് സംഘടനാപരമായി കർക്കശ നിലപാടുള്ളയാളാണ്. 2001 താൻ DCC പ്രസിഡന്റായപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം DCC പ്രസിഡന്റായി. പ്രവർത്തകരെ തോളോട് തോൾ ചേർന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവാണ്. കഴിഞ്ഞ 4 വർഷമായി താൻ KPCC അധ്യക്ഷനാണ്. ഒരേയാൾ തന്നെ പാർട്ടിയെ നയിക്കുമ്പോൾ മടുപ്പുണ്ടാകും. തനിക്കും മടുപ്പ് തോന്നും. അത് സ്വാഭാവികമാണ്. പുതിയ ടീമാണ് ഇപ്പോൾ വന്നത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും അതിന്റെ ആവേശമുണ്ടാകും. സണ്ണി ജോസഫിന് പാർട്ടി പ്രവർത്തനങ്ങളിൽ എല്ലാ പിന്തുണയും നൽകും. ഹൈക്കമാൻഡ് പറഞ്ഞാൽ സ്ഥാനം സ്വീകരിക്കുക, പോകാൻ പറഞ്ഞാൽ പോവുക മാത്രമേ ചെയ്യാനുള്ളൂവെന്നും K സുധാകരൻ പറഞ്ഞു. അദ്ദേഹത്തെ അനുമോദിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം എന്നും വളരെ കർക്കശ ബുദ്ധിയുള്ള ഒരാളാണ്. അദ്ദേഹം പ്രവർത്തന രംഗത്ത് എല്ലാ പ്രവർത്തകന്മാരെയും ഒറ്റക്കെട്ടായി തോളോട് ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന കഴിവും പ്രാപ്തിയുമുള്ള പാരമ്പര്യമുള്ള ഒരു നേതാവാണ് സണ്ണി ജോസഫ്. ഭരണരംഗത്ത് പരിചയസമ്പന്നതയുണ്ട്, രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന് കഴിവുണ്ട്, എല്ലാ കഴിവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ തലത്തിൽ KPCCയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് കേരളത്തിലെ കോൺഗ്രസിന് അതുല്യമായ സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സേവനത്തിന് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷയ്ക്ക് എല്ലാ പിന്തുണയും നൽകാൻ ഞാനും നിങ്ങളും ഒറ്റക്കെട്ടായി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിറകിൽ ഉണ്ടാവണമെന്ന് ഞാൻ സ്നേഹപുരസ്സരം അപേക്ഷിക്കുന്നു.
സണ്ണി ജോസഫ് തന്റെ സ്വന്തം ആളാണെന്നും ഏറ്റവും ഉചിതമായ പേര് തന്നെയാണ് നിരവധി നേതാക്കളുമായുള്ള ആശയവിനിമയത്തിലൂടെ ഹൈക്കമാൻഡ് കണ്ടെത്തിയതെന്നും സുധാകരൻ പറഞ്ഞു. മറ്റു പല പേരുകൾ KPCC അധ്യക്ഷ പദവിയിലേക്ക് ഉയർന്നു വന്നെങ്കിലും സണ്ണി ജോസഫിന്റെ പേര് ഉയർന്നപ്പോൾ താൻ അംഗീകരിക്കുകയായിരുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. രാജ്യം നേരിടുന്നത് അതീവ ഗുരുതര സാഹചര്യം. ഏവരും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം ഏത് രീതിയിലും സജ്ജമാകും, രാജ്യത്തിനൊപ്പമെന്നും പിണറായി വിജയൻ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയം 99.5%. മുന്നിൽ കണ്ണൂർ ജില്ല. ജില്ലയിൽ 99.87% വിജയം. കൂടുതൽ A+കൾ നേടിയ ജില്ല മലപ്പുറം. കരിമ്പത്ത് MDMA വേട്ട. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. പിടികൂടിയത് 2 ഗ്രാമിലധികം മയക്കുമരുന്ന്. പ്രതികളിൽ ഒരാൾ NDPS കേസിലുള്ളയാൾ. മൊബൈൽ ഫോണുകളും പിടികൂടി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.